ഹലോ, ഞാൻ ആർക്കിടെക്ട് ഭഗത്. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മലപ്പുറത്തുള്ള ലെക്സോൺ ടാറ്റ EV ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഹാരിയർ EVനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 21.5 ലക്ഷം മുതൽ 28.5 ലക്ഷം വരെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങളൊരു ടാറ്റ EV യൂസർ ആണെങ്കിൽ ഏകദേശം 1 lakh ബോണസും കൂടെ ഈ വെഹിക്കിൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിൻ്റെ വിശദാംശങ്ങളിലോട്ട് കിടക്കാം. ടാറ്റ ഹാരിയർ ഇറങ്ങിയിട്ട് കുറേ കാലമായി. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഒരു ടാറ്റ ഹാരിയർ പ്രതാപ് ബോസിൻ്റെ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ഹെഡ്ലൈറ്റ് എപ്പോഴും ഈ ഒരു കോർണറിലാണ് കാണുന്നത്. മിക്കവാറും എല്ലാ വെഹിക്കിളിലും ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കിയ സിറോസ് കണ്ടാൽ പോലും അവർ ഈ ഒരു ട്രെൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ടാറ്റയ്ക്കെല്ലാം ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സോളിഡ് ബോണറ്റും ഈ ഒരു ഗ്രില്ലെല്ലാം. ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യേണ്ടത് കേർവ് ആയിട്ടായിരിക്കും ഡിസൈൻ. ഓക്കെ, കേർവിൻ്റെ ഡിസൈൻ ഇവിടെ ഭയങ്കര ഫ്ലാറ്റാണ്. പക്ഷേ ഇവിടെ ഇവർ ഈ ഒരു ഫ്ലാറ്റ് പോലെയുള്ള ഡിസൈൻ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വെഹിക്കിൾ കാണുമ്പോൾ തന്നെ ആ പഴയ ഹാരിയറിനോട് ചെറിയൊരു സാമ്യം തോന്നിയാലും പ്രശ്നമില്ല. അതായത് സാമ്യം തോന്നാനാണ് അവരിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്രില്ല്, ബമ്പർ ഗ്രില്ല് ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആ ചെറിയ ഗ്രില്ലിൻ്റെ സൈസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വന്ന് വീണ്ടും കൂടി വരുന്നതൊക്കെ നല്ലൊരു ഡിസൈൻ ഇൻപുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാനിവിടെ വരുമ്പം ഈ വെഹിക്കിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു റോക്കി അറ്റ്മോസ്ഫിയറിലാണ്. ഇത് ശരിക്കും റോക്കല്ല, ഇത് POP ആണ്, നമുക്ക് വേണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ ഈ ഒരു സൈനേജസും കണ്ടു. പെർഫോമൻസ് ദാറ്റ് ഗിവ്സ് യു ഗൂസ് ബംസ്. തരുമായിരിക്കാം, ഉള്ളിൽ കയറി നോക്കാം. ടെക്നോളജി ലൈക്ക് യു ആർ നെവർ സീൻ ബിഫോർ. ശരിയാണ്, കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ, ലെക്സോൺ ടാറ്റയിൽ വന്നപ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ നിന്നൊരു ബ്രോഷർ ചോദിച്ചു. അപ്പോൾ ഏകദേശം ഒരു 41 പേജസിലുള്ള ഒരു ബ്രോഷറായിരുന്നു അത്. അതിലുള്ള പല ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, അത് കുറേ ഫീച്ചേഴ്സ് നമുക്ക് വേറെ കാറിലൊന്നും കാണാൻ കഴിയില്ല. അതും ഈ ഒരു 20 to 30 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ആ ക്യാബിൻ ദാറ്റ് യു വുഡ് വാണ്ട് ടു ലിവ് ഇൻ. ഓക്കെ, അത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. 2740 mm വീൽ ബേസ് ഉള്ള വെഹിക്കിളാണത്. ഹാരിയറിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി കാണുന്ന ഹാരിയറിൻ്റെ അതേ സൈഡ് പ്രൊഫൈൽ തന്നെയാണിത്. എങ്കിലും ആ ഹെവിനെസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഡിസൈൻ ലാംഗ്വേജ് ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര ഒരു മാസീവ് ലുക്കാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൊഫൈൽ തന്നെ തരുന്നത്. പിന്നെ പറയാനുള്ളത്, എനിക്ക് കീസിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു എന്നാണ് കേട്ടത്. അതായത് നമുക്കിപ്പോൾ കീ ഉപയോഗിക്കാതെ നമുക്ക് ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അത് ഈ ഒരു വെഹിക്കിളിൻ്റെ കീ ആയിട്ട് ഉപയോഗിക്കും. അതൊക്കെ ഭയങ്കര ഹൈ എൻഡ് കാർസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ഫീച്ചറായിരുന്നു. അത് ഈ ഹാരിയറിലുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 195 mm ആണ്. ബാക്ക് കാണുമ്പോഴും വലിയ ചേഞ്ച് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആൻറ്റിന കണ്ടോ, അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ക്യാമറ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അത് നമ്മൾ 360 ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ, വൺ ഓഫ് ദ ക്യാമറയാണത്. ഇതിൻ്റെ ഈ ഒരു സ്ലാറ്റ്സ് നേരത്തെ ഫ്രണ്ടിൽ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഇംപ്രഷനിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നു. അതൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. ഭയങ്കര ആ സോളിഡ് സ്റ്റൈലിഷ് ലുക്ക് കീപ്പ് ചെയ്യാൻ ആ ഭാഗങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. ആ ഒരു സിൽവർ ടു ബ്ലാക്ക് ടു ബോഡി കളർ ടു ഈ ഒരു ടെയിൽ ലാമ്പ് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ പുതിയ ടൈപ്പ് ഓഫ് ലോഗോയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിന് ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ, ഒക്കെ ഈ ഒരു ഡിക്കി തുറക്കാൻ വേണ്ടി. അപ്പോൾ ഞാനൊന്ന് അമർത്തി നോക്കിയപ്പോൾ സാധനം പോകുന്നില്ല. അപ്പോൾ ഞാൻ എവിടെ ഇതിൻ്റെ കീ നോക്കാൻ വേണ്ടി ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി നോക്കി, പക്ഷേ എനിക്ക് ആ കീ അവിടെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് അഡ്വൈസറോട് അല്ലെങ്കിൽ ഷോറൂം അഡ്വൈസറോട് ചോദിച്ചു, കീ എനിക്ക് കാണാൻ പറ്റില്ല, കീ ഒന്ന് തരാമോന്ന്. അപ്പോൾ ആക്ച്വലി ആ പയ്യൻ വന്ന് അകത്ത് കയറി നോക്കിയിട്ട് എനിക്ക് ആ കീ എടുത്തു തന്നു. ഇത് ഞാൻ കണ്ടിരുന്നു വണ്ടിക്കകത്ത്, പക്ഷെ ഇത് കീ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. കണ്ടോ, നമ്മളുടെ കീ എല്ലാം വയർലെസ് ആയതുകൊണ്ട് ഇനിയിപ്പം ആ ഒരു കീയുടെ ഷേപ്പ് വേണം നിർബന്ധമില്ല എന്ന് ടാറ്റ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടാറ്റ കീ ആയിപ്പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ തന്നെ കേട്ടോ. ചിലപ്പോൾ ഇതുകൊണ്ട് മാത്രം ചില ആൾക്കാർ ഈ വെഹിക്കിൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഡിക്കിയിലേക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 2 ബീപ്പ് അടിച്ച ശേഷം ഇതങ്ങ് പൊങ്ങും. അപ്പോൾ നമ്മൾ എഫേർട്ട്ലെസ്ലി ഇതിൻ്റെ ഡിക്കി കാണാൻ പറ്റും. ഏകദേശം 502 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ഡിക്കി സ്റ്റോറേജ് ആണ് അതിനകത്തുള്ളത്. 502 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെയാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം പഴയ ഹാരിയറിനൊക്കെ ഏകദേശം 400 മറ്റേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഇത് എങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് അവിടെ എല്ലാ ലഗേജും ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഒരു 4-5 സൂട്ട് കേസ്, മീഡിയം സൈസ് സൂട്ട് കേസ് നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റും. ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഒരു ടയറും കാണാൻ പറ്റും കേട്ടോ. നമ്മൾ നോർമലി EVകൾ കാണാറുള്ള ഒരു പഞ്ചർ കിറ്റ് അല്ല, ആക്ച്വലി ഒരു സ്പെയർ വീൽ അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ആക്ച്വലി കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ ബാക്കിൽ ഒരു മോട്ടർ ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും ടാറ്റ ഹാരിയർ 2 മോട്ടറിലാണ് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മോട്ടറുണ്ട്, ഒരു ലെസ് പവർഡ് മോട്ടറുണ്ട് 100 സംതിങ്, ആൻഡ് ബാക്കിൽ ഏകദേശം 200 സംതിങ് പവറുള്ളൊരു മോട്ടറുണ്ട്.
ടുഗെദർ ഇത് ഏകദേശം 313 ഹോഴ്സ് പവർ തരും. ഓക്കെ, ഇനി ഇതിന്റെ ടോർക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 504 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഈ വെഹിക്കിൾ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു പവറാണ് കേട്ടോ ഇന്ത്യൻ വെഹിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ റോഡിനെ സംബന്ധിച്ചിടത്തോളം, ഈ സെഗ്മെന്റിലുള്ള വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി താഴത്തേക്ക് പോകുന്ന കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടെ പറയാം. കയറുമ്പത്തിന് ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി പാക്ക് ഉണ്ട്. താഴത്ത് ഏകദേശം 75 കിലോവാട്ട് ബാറ്ററി പാക്ക് ഉള്ള ഒരു കിലോവാട്ട് എന്ന് വെച്ചാൽ കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ഒരു വെഹിക്കിളാണത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് മോട്ടോർ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും, പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് സമയം നമ്മളത് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇൻറ്റീരിയർ ഉണ്ടോ, നമ്മൾ കേവിനകത്ത് കയറിനേക്കാട്ട് കൂടുതൽ ലക്ഷറി നമുക്കിവിടെ ഫീൽ ചെയ്യും. അത് ഈ ലക്ഷറിയസ് ഫീൽ തരാൻ മേജർ കാരണങ്ങൾ എന്തൊക്കെ? ഒന്ന്, ഈ കാണുന്ന ഒരു QLED സ്ക്രീനാണ്. സാംസങ്ങിൻ്റെ ഈ പറയുന്ന നിയോ QLED സ്ക്രീൻ ആദ്യമായിട്ടാണ് ഒരു കാറിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീൻ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ആ സ്പീഡ്, നമുക്ക് ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളിവിടെ ഷോറൂമിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മലപ്പുറത്ത് നിങ്ങൾക്ക് ഇവിടെ ലെക്സോൺ ടെറിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വെഹിക്കിൾ ഇവിടെ. ഇന്നാണ് ഈ വെഹിക്കിൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ വന്നതാണ്. എനിക്കറിയുന്ന ഒരു അരുൺ എന്നൊരു മാർക്കറ്റിംഗ് മാനേജർ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഞാനിവിടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കട്ടെ, കാരണം ഞാനിപ്പോൾ സംസാരിക്കുന്നതിനൊക്കെ ഡിസ്റ്റർബൻസ് വരും. പിന്നെ പറയാനുള്ളത്, ഈ ബാക്കിലുള്ള വ്യൂ എനിക്കിവിടെ ഒരു ക്യാമറ വഴി ഈ ഒരു മിററിൽ ഫീഡ് ചെയ്തിരിക്കുന്നു, റിയർ വ്യൂ മിററിൽ. അത് ഭയങ്കര നല്ലൊരു ആഡ് ഓൺ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു കാർ യൂസറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു ടാറ്റയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽ കാണാൻ പറ്റും. ഇത് ലെതർ കവേർഡ് ആണ്, അല്ലെങ്കിൽ റെക്സിൻ കവേർഡ് ആണ്. ഭയങ്കര കംഫർട്ടബിൾ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ട ബേസിക് കൺട്രോൾസ് ഒക്കെ ഇവിടെയുണ്ട്. അഡാസ് ലെവൽ 2 ആണ് അതിന് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഇതിനൊരു ഡ്യുവൽ AC ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. ഒക്കെ നമുക്കിവിടെ അതിൻ്റെ ടോഗിൾ സ്വിച്ചസ് അവിടെ ഇവിടെയും കാണാൻ പറ്റും. ഇതെല്ലാം കേബിലത്തെ പോലെ തന്നെ ബാക്കി എല്ലാ കൺട്രോൾസും ടച്ചാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കിവിടെ ഒരു സ്പെഷ്യൽ ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് സ്പോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ USB-യുടെ ഒരു ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. 45 വാട്ടിൻ്റെ ഒരു C ചാർജിങ് പോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സ്പെഷ്യലി ഡിസൈൻ പ്ലേസ്. ഇത് ആക്ച്വലി എനിക്ക് കാണുമ്പോൾ നമ്മളുടെ BS6-ൻ്റെ കീ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു LED നോബ് കാണാൻ പറ്റും. ഇവിടെ 3-4 ട്രാക്ഷൻ കൺട്രോൾ കാണുന്നത്. ഇപ്പം ഇത് സിറ്റി ഡ്രൈവ് മോഡാണ് ഒരു ട്രാക്ഷൻ കൺട്രോൾ ഉള്ളത്. അടുത്തത് വരുന്നത് വെറ്റ് മോഡാണ്. അതിനടുത്തത് വരുന്നത് റഫ് മോഡാണ്. അതിനടുത്തത് വരുന്നത് കസ്റ്റം മോഡാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനും ബാക്കി എല്ലാ ഡ്രൈവിംഗ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്കതിങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാറുകളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്കിവിടെ ഡ്രൈവിംഗ് ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഒന്ന്, ഞാൻ ഈ ഒരു സ്ക്രീനിൽ വരുന്ന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എക്കണോമി ഡ്രൈവ് മോഡാണ്. രണ്ടാമത്തത് കുറച്ച് ഡിലേ ഉണ്ട്, സ്പോർട്ട് ഡ്രൈവ് മോഡാണ്. എക്കണോമി സ്പോർട്ട് ഡ്രൈവ് മോഡാണ് ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ മൂന്നാമത്തെ ഈ കാണുന്നത് പാർക്കിംഗ് ഓപ്പറേഷൻസ് വേണ്ടിയിട്ടാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ വെഹിക്കിൾ വന്ന് പാർക്ക് ചെയ്യും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഒരു ഓപ്ഷനും കൂടെ ഇപ്പോഴത്തെ വെഹിക്കിളുള്ള കാര്യം. ഇവിടെയാണ് നമ്മളുടെ ഗിയർ ലിവർ ഉള്ളത്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ് ഉള്ളത്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാണാൻ പറ്റും. ഇവിടെ ഓട്ടോ ഹോൾഡ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചൊരു ചാർജിങ് പോർട്സ് കാണാൻ പറ്റും. ബാക്കിൽ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒരു 12 വോൾട്ടിൻ്റെ, ഒരു 5 വോൾട്ടിൻ്റെ, 2 5 വോൾട്ടിൻ്റെ 3 ആംപിയർ സോക്കറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 2 ബോട്ടിൽ സ്മൂത്തായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതിന് പനോറമിക് സൺറൂഫ് ഉള്ളത് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇവിടെ അതിൻ്റെ ഹോൾഡർ ഉണ്ട്, നമുക്കിവിടെ തുറക്കാൻ പറ്റിയത്. ഇപ്പോൾ തുറന്ന് വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു വീഡിയോയിൽ. വേഗം ക്ലോസ് ചെയ്തിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങാം. ബാക്കിലും കൂടെ പോയി അവിടുത്തെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ കംഫർട്ടൊക്കെ നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ബേസിക് കൺട്രോൾസ് ഇവിടെ കാണാൻ പറ്റും. 2 ബോട്ടിൽ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ചെറിയൊരു പ്രിക്കോഷൻ ലൈറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പിന്നിലോട്ട് വരുമ്പോൾ എനിക്ക് ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായാലും ചവിട്ടി കയറാൻ പറ്റും. കയറുമ്പോൾ ആ ഒരു എലഗൻസ് എനിക്ക് ബാക്കിലിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആക്ച്വലി ബാക്ക് റെസ്റ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഹോൾഡഡ് ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെ ഉറങ്ങിപ്പോയാലും നമ്മളുടെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ.
ബാക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കാണാനുണ്ട്. പ്ലാറ്റ്ഫോം പൊങ്ങിയിട്ടാണെങ്കിൽ എനിക്ക് ഒരു തൈ സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഫോൺ ഹോൾഡ് ചെയ്യാം. പിന്നെ 65 വാട്ടിൻ്റെ 2 ചാർജിങ് പോയിന്റ്സ് എനിക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം 6 ചാർജിങ് പോർട്സ് ഈ കാറിനകത്തുണ്ട്. അപ്പോൾ ഞാൻ മുന്നിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ആ മുന്നിൽ കാണുന്ന 14.53 സാംസങ്ങിൻ്റെ QLEDയുടെ സ്ക്രീൻ ഹെർമൻ്റെയാണ് സിസ്റ്റം ഇരിക്കുന്നത്. നമുക്കിതിന് JBL സ്പീക്കേഴ്സ് ആണുള്ളത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിനകത്തുള്ളത്. ശരിക്കും ഇത് 2 വോട്ടേജ് ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. 75 kWh 65 kWh. ഇപ്പോൾ 75 kWhന്റെ റേഞ്ച് പറയുന്നത് ഏകദേശം 627 km ആണ്. അപ്പോൾ ഏകദേശം ഒരു 500 km തന്നെയായിരിക്കും ഈ ഒരു റേഞ്ച് നമുക്ക് ഓൺ റോഡ് തരിക. ഓക്കെ, അപ്പം സീറ്റ്സ് എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മൾ ആ കേർവിൽ കണ്ടിരുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് സീറ്റ്സ് ഇതിനുണ്ട്. അപ്പം മൂന്നാൾക്ക് എന്തായാലും സുഖമായിട്ട് ഇരിക്കാം. കേർവിൻ്റെ ആ ഒരു ബോഡി വിടുത്ത് ഇതിനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കംഫർട്ടബിൾ യാത്ര ചെയ്യാം. എന്തായാലും ഫാമിലിക്ക് ഭയങ്കര നന്നായിട്ട് യൂട്ടിലിറ്റി ചെയ്യാൻ പറ്റിയ വെഹിക്കിൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ടത്, നിങ്ങൾ നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഈ ഒരു കേർട്ടൻസ് എടുത്ത് പുറത്ത് വെച്ചാൽ അത്യാവശ്യം സണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഒരു മൂഡ് ലൈറ്റിംഗ് കാണാൻ പറ്റും. എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മൂഡ് ലൈറ്റിംഗ് കാണാൻ നമുക്ക് ക്ലോസപ്പിലും കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. എന്നാലും ഈ ഒരു ഫിനിഷസ് ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ ഡോൾബി സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു മ്യൂസിക് പ്ലസ് ലൈറ്റിംഗ് ആംബിയൻസ് ഈ വെഹിക്കിളിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഈ ഒരു സീലിങ്ങിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ പനോറമിക് സൺറൂഫിൻ്റെ ഇടയിലൂടെ നമുക്ക് ആ മൂഡ് ലൈറ്റിംഗ് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമുക്ക് ആക്ച്വലി കുറച്ച് വലിയ പൊസിഷൻസിലുള്ള ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും മിക്കവാറും വയ്ക്കുക. അപ്പം ചിലപ്പം നമുക്കൊന്ന് കാലൊക്കെ നീട്ടി വെക്കണമെങ്കിൽ അവർക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. നമുക്കത് ഫോൾഡ് ചെയ്യാനും പറ്റും, മുന്നോട്ട് മൂവ് ചെയ്യാനും പറ്റും. ഇത് കുറച്ചും കൂടെ ഹയർ റേഞ്ച് ഓഫ് വെഹിക്കിൾസിലാണ് കണ്ടു വന്നിരുന്നത്. ഇപ്പം ഈ ഒരു ഹാരിയറിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ AC വെൻ്റ് വരുന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൻ്റെ സൈഡ് പില്ലർ എന്നാണ് ആ AC വെൻ്റ് വരുന്നത്. പൊതുവെ പല കാറുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ടാകും. അപ്പോൾ മൂന്നാമതൊരാൾ വന്നിരുന്നാൽ പലപ്പോഴും ആ AC വെൻ്റ് ബ്ലോക്ക് ആവും. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരു ഹൈറ്റിലാണ് ഈ AC വെൻ്റ് വരുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കൂളായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ബാക്ക് ഡോർ വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു എക്സ്ട്രാ ട്രേ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ബോട്ടിൽ വെക്കാൻ പറ്റും. അവിടെയും ആ ഒരു പ്രിക്കോഷൻ ലൈറ്റ് കാണാൻ പറ്റും, റെഡ് ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫ്രങ്ങും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇവിടെ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, നമുക്കിവിടെ ഇതിൻ്റെ ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രങ്കും കൂടിയുണ്ട്. അപ്പോൾ ഏകദേശം 35 kg വരെ കപ്പാസിറ്റി എടുക്കാൻ പറ്റിയ ഒരു ഫ്രങ്കാണ്. ഇവിടെ നമുക്ക് മിക്ക നമ്മുടെ ചാർജറൊക്കെ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഈ കാര്യം കൂടെ നമുക്ക് പറഞ്ഞ് വെക്കേണ്ടി വരും. ബാക്കിയെല്ലാം ക്ലീൻ ആണ് ഇവിടെ. നോക്കി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സെഷൻ ഇതായിരിക്കും. അതായത് നിങ്ങളൊരു EV കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 lakh ലോയൽറ്റി ബോണസ് കിട്ടും. ബമ്പർ പ്രൈസ് സെഗ്മെൻറ്റും കൂടി ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബൊണാൻസും കൂടെ നടക്കുന്നുണ്ട്. അവരിത് നെയിം ചെയ്തിരിക്കുന്നതിന് മൺസൂൺ ബൊണാൻസ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ബമ്പർ പ്രൈസ് പറയുന്നത് 1 lakh വർത്ത് ഗോൾഡ് കോയിൻ ആണ്. ടാച്ച് ആൻഡ് വിൻ ഓഫറായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. എന്തായാലും ഇവർ പറയുന്നത് ഒരു അഷ്വേർഡ് ഗിഫ്റ്റ് ആണെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഹോളിഡേ വൗച്ചറും കൂടെ അവർ പറയുന്നുണ്ട്, 3 days 2 night പാക്കേജിൻ്റെ. അപ്പം നിങ്ങൾ വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു EV ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ലെക്സോൺ ടാറ്റ EV മലപ്പുറത്തേക്ക് വരിക, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വെഹിക്കിൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വെഹിക്കിൾ എടുത്തിട്ട് എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു നല്ലൊരു കാര്യമായേനെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.